കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം. ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജയും കളഭാലങ്കാരമൊക്കെ കഴിഞ്ഞു. നട തുറന്നു. ഇന്നിപ്പോൾ ഉദയാസ്തമന പൂജയായിരുന്നു, അതിൻ്റെ തിരക്കുകളൊക്കെ ആയിരുന്നു. അപ്പോൾ നമുക്ക് ഗുരുവായൂരപ്പനെ കാണാനായിട്ട് പോവാം. എല്ലാവരും വരൂ കേട്ടോ. നമുക്ക് ആദ്യം തന്നെ കിഴക്കേ നടയിലുള്ള മഞ്ജുളാലിനെ ഒന്ന് പോയിട്ട് പ്രദക്ഷിണം ചെയ്തിട്ട് വരാം. അങ്ങനെ മഞ്ജുള വാരസ്യാരെയൊക്കെ ഒന്ന് സ്മരിച്ച് നമുക്കിങ്ങനെ വരുമ്പോൾ ആദ്യം തന്നെ അത്തിമര ഗണപതിയെ ഒന്ന് കണ്ടു തൊഴാം. സർവ്വ വിഘ്നങ്ങളും മാറ്റിത്തരാനായിട്ട് പ്രാർത്ഥിച്ച് നമുക്ക് ഗോപുരവാതിൽ കടന്ന് അകത്തേക്ക് ഇങ്ങനെ വരാം. അങ്ങനെ അകത്തേക്ക് വരുമ്പോൾ ആദ്യം തന്നെ ആ കൊടിമരം കാണാം. അതേപോലെ അതിൻ്റെ നടുക്കുള്ള ആ വലിയ ബലിക്കല്ല് കാണാം. പിന്നെ മുകളിലേക്ക് നോക്കിയാൽ ആ ഗജരാജൻ കേശവൻ്റെ 2 കൊമ്പുകൾ കാണാം. അതിനെ സ്വർണം പതിച്ചത് കാണാം. അതിന് നടുക്കായിട്ട് ലക്ഷ്മി ദേവീനെയും കണ്ട് നമ്മളിങ്ങനെ കയറുമ്പോൾ, വാതിൽപ്പടി കണ്ട് കയറുമ്പോൾ ഇടത്തെ സൈഡിലേക്ക് നോക്കിയാൽ മേൽപ്പത്തൂരിൻ്റെ പീഠം കാണാം. അതുപോലെ വലത്തെ സൈഡിലെ ആദ്യത്തെ തൂണ് നോക്കിയിട്ട് നരസിംഹാവതാരം കാണിച്ചു കൊടുത്ത തൂണ് നോക്കിയിട്ട് തൊഴാം. പിന്നീട് നമ്മൾ ഭഗവാന്റെ ശ്രീലകത്തേക്ക് ഇങ്ങനെ നോക്കുകയാണ്. ശ്രീലകത്തേക്ക് ഇങ്ങനെ നോക്കുമ്പോൾ വളരെ മനോഹരമായ കാഴ്ച. ആ ഭഗവാന്റെ ശ്രീലകം നിറച്ച് പ്രകാശമാണ്. ആ സ്വർണ്ണ വിളക്കിൽ നെയ്യ് പാർന്നിട്ടിങ്ങനെ നെയ്യ് ദീപത്തിൻ്റെ ആ നിറപ്പൊക്കെ ഇട്ടിങ്ങനെ വരികയാണ്. അപ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ 2 കാൽപാദങ്ങൾ കാണാണ്ട്, കാൽവളകൾ കാണാണ്ട്, മുകളിലേക്ക് ഇങ്ങനെ പട്ടുകോണ ഞെറിഞ്ഞെടുത്തിട്ടുണ്ട്. അരമണി കിങ്ങിണി ഇങ്ങനെ ചാർത്തിയിട്ടുണ്ട്. പിന്നെ മുകളിലിങ്ങനെ നോക്കുമ്പോൾ ഒരു പതക്കം പോലത്തെ മാല, ഒരു കാശുമാല പോലത്തെ മാല, അതേപോലെ ഒരു വളയം പോലത്തെ മാല കഴുത്തിൽ. അതേപോലെ കൈവളകൾ, തോൾവളകൾ അങ്ങനെ കാണാണ്ട്. കൈവളകൾ 2 കൈകളുണ്ട്. ഒരു കയ്യിൽ, വലത്തെ കയ്യിൽ വെണ്ണൂറിലയും ഇടത്തെ കയ്യിൽ പൊന്നോടക്കുഴലുമാണ്. പിന്നെ അങ്ങനെ നോക്കുമ്പോൾ ഗോപീതിലകം ചാർത്തിയിട്ടുണ്ട്, പീലിത്തിരിമുടി കെട്ടിയിട്ടുണ്ട്, പൊന്നിൻ്റെ കിരീടം ചാർത്തിയിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ തിരുമുടിമാല ചാർത്തിയിട്ടുണ്ട്. 2 തിരുമുടിമാലകൾ തെച്ചിയും തുളസിയും വെളുത്ത പൂവായിട്ടുള്ളതാണ്. പിന്നെ അതേപോലെ തന്നെ 2 ഉണ്ടമാലകളുണ്ട്. എങ്ങനെ വെച്ചാൽ തെച്ചി, തുളസി, വെളുത്ത പൂവ്, താമര, അങ്ങനെ അതേപോലെ തന്നെ അങ്ങനെ 2 വലിയ ഉണ്ടമാലകളും 2 തിരുമുടിമാലകളൊക്കെ ചാർത്തിയിട്ട് നമ്മുടെ പൊന്നുണ്ണിക്കണ്ണൻ ആ വെണ്ണക്കണ്ണനായിട്ട് അങ്ങനെ ശ്രീലകത്ത് നിൽക്കുകയാണ്. അപ്പോൾ എല്ലാവരും ആ വെണ്ണക്കണ്ണനെ കണ്ട് തൊഴുതോളൂ, പ്രാർത്ഥിച്ചോളൂ കേട്ടോ. എല്ലാവരും ഭഗവാന്റെ ശ്രീലകത്തേക്ക് നോക്കിയിട്ട് സോപാനപ്പടിയിൽ നിന്ന് ദർശനം കിട്ടുന്ന ആ രീതിയിലാണ്. അപ്പോൾ എല്ലാവരും അവിടേക്ക് നോക്കി തൊഴുതോളൂ. എല്ലാവരുടെയും മനസ്സുകൊണ്ട് ആ ഭഗവാന്റെ ശ്രീലകത്തേക്ക് നോക്കി തൊഴുക. അങ്ങനെ അവിടെ തൊഴുതതിന് ശേഷം നമ്മൾ അവിടെ നിന്ന് ഇങ്ങനെ ഇറങ്ങുമ്പോൾ സോപാനപ്പടിയിൽ നിന്ന് ഇറങ്ങിയിട്ട് അഗ്നികോണിലുള്ള ബലിക്കല്ല് നോക്കി തൊഴാം. പിന്നെ അതേപോലെ തിടപ്പള്ളി നോക്കി തൊഴുത് ചുവരിൻ്റെ മുകളിലുള്ള ആലിലക്കണ്ണനെയും കണ്ടു തൊഴാം. പിന്നെ സപ്തമാതാക്കളെ കണ്ടു തൊഴാം. അതുപോലെ തന്നെ ആ ഗണേശൻ്റെ അടുത്തേക്ക് വരികയാണ്. ഗണേശൻ്റെ അടുത്തേക്ക് വന്ന് ഗണേശനെ കാണുക. അവിടെയും വളരെ സുന്ദരമായിട്ടാണെന്നിരിക്കുന്നത്. കൊമ്പ്, തുമ്പിക്കൈ ഒക്കെ അങ്ങനെ നന്നായിട്ട് അലങ്കരിച്ചിട്ടുണ്ട്. നല്ല ചെവിയിൽ, നല്ല കാതിൽ പതക്കം ഇങ്ങനെ വെച്ചിട്ടുണ്ട്, കടുക്കൻ പോലെ. പിന്നെ അതേപോലെ ഗോപീതിലകം വെച്ചിട്ടുണ്ട്. ഉണ്ടമാലകൾ ചാർത്തിയിട്ടുണ്ട്. സ്വർണത്തിൻ്റെ നല്ല മാല ചാർത്തിയിട്ടുണ്ട്. അപ്പോൾ ഗണേശനെ പ്രാർത്ഥിക്കുക കേട്ടോ. എല്ലാവരും പ്രാർത്ഥിച്ചോളൂ. ഏകദന്തം മഹാകായം തപ്തകാഞ്ചന സന്നിഭം ലംബോദരം വിശാലാക്ഷം വന്ദേഹം ഗണനായകം. അത് കഴിഞ്ഞ് സരസ്വതി അറിയിക്ക് നോക്കുക. നമ്മുടെ പുതിയ ആ വിഗ്രഹം അവിടെ ഉണ്ട്, ഫോട്ടോ. അപ്പോൾ ആ ഫോട്ടോൻ്റെ മുകളിൽ മാലകൾ ചാർത്തിയിട്ടുണ്ട്. കടാവിളക്കിരുന്ന് കത്തുണ്ട്. സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. അത് കഴിഞ്ഞ് അവിടുന്ന് ഇങ്ങനെ വരുമ്പോൾ ആ കോർണറിലെത്തിയ ചെറിയ ഗണേശനെ കണ്ടു തൊഴാം. പിന്നെ മത്സ്യം, കൂർമ്മം, വരാഹം, നരസിംഹം വരെയുള്ള രൂപങ്ങളൊക്കെ കണ്ട് തൊഴുത് ആ മേൽശാന്തിൽ അവിടുന്ന് അർച്ചന പ്രസാദമൊക്കെ വാങ്ങാം. അതിനുശേഷം വാമനാവതാരവും അതേപോലെ ഗജേന്ദ്രമോക്ഷവും ഗരുഡാരൂഢനായിരിക്കുന്ന മഹാവിഷ്ണുവിനെയൊക്കെ കണ്ട് അങ്ങനെ നമ്മൾ വന്ന് നേരെ വരിക. അങ്ങനെ വരുമ്പോൾ ആനന്ദശായിയായ ആനന്ദപത്മനാഭനെ കണ്ടു തൊഴാം. കണ്ട് തൊഴുത് അങ്ങനെ വരിക. അങ്ങനെ വരുമ്പോൾ ശ്രീകോവിലിൻ്റെ പുറകുവശത്ത് വന്ന് സാഷ്ടാംഗം നമസ്കരിക്കുക. നമസ്കാരമൊക്കെ കഴിഞ്ഞ് അങ്ങനെ വരുമ്പോൾ ബാക്കിയുള്ള ദശാവതാര വിഗ്രഹങ്ങളൊക്കെ കണ്ടു തൊഴാം. അങ്ങനെ കണ്ട് തൊഴുത് അവിടുന്ന് വരിക. ആ കണ്ണനെ കാണാം. കണ്ണൻ്റെ അവിടെ 2-3 മാലകൾ ഉണ്ട്, തുളസിയും തെച്ചിയായിട്ടുള്ളത്. പിന്നെ മുരുകനെ കണ്ടു തൊഴാം. അതേപോലെ നേരെ നമ്മൾ കാണുന്നത്
ഹനുമാൻ സ്വാമിയുടെ അവിടെയാണ്. ഹനുമാൻ സ്വാമിയുടെ അവിടെ ധാരാളം കുങ്കുമമുണ്ട്, അതേപോലെ ഒരു വെറ്റില മാലയുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഹനുമാൻ സ്വാമിയെ പ്രാർത്ഥിച്ചോളൂ. ത്വമസ്മിൻ കാര്യനിര്യാഗേ പ്രമാണം ഹരിസത്തമ ഹനുമാൻ യജ്ഞമാസ്തായ ദുഃഖക്ഷയകരോഭവ മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ഠം വാദാത്മജം വാനരയൂഥമുഖ്യം ശ്രീരാമദൂതം ശിരസാ നമാമി. ബുദ്ധിർബലം യശോധൈര്യം നിർഭയത്വം അരോഗത അചാഢ്യം വാക്പടുത്തം ഹനുമസ്മരണാത് ഭവേത്. ഓം നമോ ഭഗവതേ ആഞ്ജനേയായ മഹാബലായ സ്വാഹ. അങ്ങനെ ഹനുമാൻ സ്വാമിയെ കണ്ട് തൊഴുത് അവിടുന്ന് ഇങ്ങനെ വരുമ്പോൾ കാളിയമർദ്ദന രൂപം, അതേപോലെ രാധാകൃഷ്ണ വിഗ്രഹവും വെണ്ണക്കണ്ണനെയൊക്കെ കണ്ട് തൊഴാം. അങ്ങനെ കണ്ട് തൊഴുത് അവിടുന്ന് ഇങ്ങനെ വരിക. അങ്ങനെ വന്ന് ഓവിൻ്റെ അവിടെ വന്ന് പ്രാർത്ഥിക്കാം. പിന്നെ വന്നാൽ നേരെ കാണുന്നത് താമരക്കണ്ണനെ, കൽപ്പവൃക്ഷത്തിൻ്റെ ചുവട്ടിലിരിക്കുന്ന താമരക്കണ്ണനെ കണ്ട് തൊഴാം. പിന്നെ അവിടെ നിന്ന് മുകളിലേക്ക് ഇങ്ങനെ കിഴക്ക് വശത്തേക്ക് നോക്കിയാൽ കൊടിമരം നന്നായിട്ട് കാണാൻ കഴിയും. അപ്പോൾ അത് കണ്ട് തൊഴാം. പിന്നെ മണിക്കിണറും അതേപോലെ നൃത്താറയൊക്കെ കണ്ട് തൊഴുത് കുറൂരമ്മേനി, നാരദരെയും വസുദേവരെയും മേൽപ്പത്തൂരിനെയൊക്കെ കണ്ട് തൊഴുത് അങ്ങനെ വടക്കേ നടയിൽ കൂടെ പുറത്തേക്ക് വരാം. പുറത്തേക്ക് വന്ന് നേരെ നമ്മൾ പ്രസാദ കൗണ്ടറിലെത്തിയ ചന്ദനവും തീർത്തൊക്കെ വാങ്ങാം. പിന്നീട് നമ്മൾ നേരെ വന്ന് എടത്തരികത്തുകാവിലെ ഭഗവതിയെ കാണാനായിട്ട് വരാം. ഭഗവതിയുടെ അവിടെ ഇങ്ങനെ വരികയാണെങ്കിൽ അവിടെ വന്നാൽ ഇന്നിങ്ങനെ നോക്കുമ്പോൾ നിറയെ അലങ്കാരമായിട്ടുണ്ട്. നല്ല കണ്ണൊക്കെ എഴുതി പൊട്ടൊക്കെ തൊട്ട് വലിയ വട്ടപ്പൊട്ടാണ് അത് തൊട്ടിട്ടുള്ളത്. അതീവ സുന്ദരിയായിട്ട് നന്നായിട്ട് അണിഞ്ഞൊരുങ്ങിയിട്ടാണ് അമ്മ കാത്തിരിക്കുന്ന ഭക്തരെ അനുഗ്രഹിക്കാൻ, മക്കളെ മുഴുവൻ അനുഗ്രഹിക്കാനായിട്ട്. അപ്പോൾ നമുക്ക് അമ്മയെ കണ്ട് പ്രാർത്ഥിക്കാം. സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമസ്തുതേ. അങ്ങനെ അവിടുന്ന് അങ്ങനെ വരുമ്പോൾ കോർണറിലെത്തിയാൽ മമ്മിയൂരപ്പനെ മനസ്സിൽ വിചാരിച്ച് നമശിവായ 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 എന്നുള്ള പഞ്ചാക്ഷരി മന്ത്രം ജപിക്കുക, എന്നിട്ട് തൊഴുക. അപ്പോൾ നമ്മൾ മമ്മിയൂർ പോയാൽ പോലെയാവും. അതിനുശേഷം നമ്മളിങ്ങനെ കൊടിമരത്തിൻ്റെ അവിടെ വന്നിട്ട് വീണ്ടും നമുക്ക് ആ വെണ്ണക്കണ്ണനെ ഒന്നുകൂടി കണ്ട് തൊഴാം. അത് കഴിഞ്ഞാൽ കൂത്തമ്പലത്തിൽ വരിക. അവിടെയും വന്ന് നമസ്കരിച്ച് ആ വലിയ വിളക്ക് ഇങ്ങനെ കാണാം. അപ്പോൾ നമുക്കത് നമസ്കരിക്കാം. അത് കഴിഞ്ഞ് അയ്യപ്പസ്വാമിയുടെ അടുത്തേക്ക് വരിക. അയ്യപ്പസ്വാമീനെയും കണ്ട് തൊഴുക. എല്ലാവരും കൊണ്ട് തൊഴുത് പ്രാർത്ഥിച്ചോളൂ. ഭൂതനാഥ സദാനന്ദ സർവഭൂതദയാപര രക്ഷ രക്ഷ മഹാബാഹു ശാസ്തേ സ്തുഭ്യം നമോ നമ. അങ്ങനെ അവിടുന്ന് പ്രദക്ഷിണമായിട്ട് വന്ന് പടിഞ്ഞാറ നടയിലുള്ള ദീപസ്തംഭത്തിൻ്റെ മുകളിലുള്ള വേണുഗോപാലിനെ കണ്ട് തൊഴാം. അത് കഴിഞ്ഞ് കൊടിമരത്തിൻ്റെ മുകളിലുള്ള ഗരുഡധ്വജനെയും കണ്ട് തൊഴുത് പടിഞ്ഞാറേ നടയിൽ കൂടെ പുറത്ത് വരാം. ഇനി നമ്മൾ നേരെ പോയിട്ട് രുദ്രതീർത്ഥക്കുളത്തെ ഒന്ന് പ്രദക്ഷിണം ചെയ്യാനായിട്ട് പോവാം. അങ്ങനെ പ്രദക്ഷിണം ചെയ്യുമ്പോൾ കാളിയമർദ്ദന രൂപിയെ കാണാം. അത് കണ്ട് അവിടുന്ന് നമ്മൾ നേരെ വന്ന് നാരായണാലയത്തിലൊന്ന് വന്ന് പൂന്താനം തിരുമേനി പൂജിച്ചിരുന്ന വിഗ്രഹമൊക്കെ കണ്ട് തൊഴുത് നമ്മളിങ്ങനെ വരുമ്പോൾ ഭഗവതിയുടെ അവിടെ ഒന്നുകൂടി വന്ന് തൊഴാം. പിന്നെ വലിയ ദീപസ്തംഭത്തിൻ്റെ അവിടെ വന്നിട്ട് ഭഗവാന്റെ ശ്രീലകത്തേക്ക് ഒന്നുകൂടി നോക്കി തൊഴുത് തെക്കേ നടയിലുള്ള കൂവളത്തെ ഒന്ന് പ്രദക്ഷിണം വയ്ക്കാനായിട്ട് വരാം. അങ്ങനെ പ്രദക്ഷിണം വയ്ക്കുമ്പോൾ മഹാദേവനും പാർവതീദേവിനും മനസ്സിൽ സ്മരിക്കുക. അപ്പോൾ അവരുടെ ഒരു അനുഗ്രഹം നമുക്ക് കിട്ടും. അപ്പോൾ നമ്മൾ ഇന്നത്തെയും ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജയും കളഭാലങ്കാരമൊക്കെ കണ്ടു തൊഴുതു. എല്ലാവർക്കും ആ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ലഭിക്കും. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. ഹരേ കൃഷ്ണ. ഗുരുവായൂരപ്പ ശരണം. അതുപോലെ നമുക്ക് കുറച്ച് വഴുകി, അപ്പോൾ വീഡിയോ ചെയ്യാൻ കുറച്ച് വഴുകി. അപ്പോൾ എല്ലാവരും ക്ഷമിക്കുക. അതേപോലെ ഇന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരുപാട് പേര്. അപ്പോൾ അവർക്ക് എല്ലാവർക്കും ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ലഭിക്കാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് ശൈലജ അവരുടെ ആഷിദ് രോഹിണി അവർക്ക് പഠനത്തിൽ ഇന്നത്തെ പരീക്ഷ വിജയത്തിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാൻ. അതുപോലെ സുബ്രഹ്മണ്യൻ്റെ അസുഖം മാറാൻ, അതേപോലെ ജോലി കിട്ടാനും, അതേപോലെ അസുഖങ്ങൾ മാറാനൊക്കെ ആയിട്ട് ധാരാളം പേര് പറഞ്ഞിരുന്നു. അപ്പോൾ അവർക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് നമുക്ക് ഗുരുവായൂരപ്പനോട് പ്രാർത്ഥിക്കാം. എല്ലാവർക്കും ആ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം നടക്കട്ടെ, കിട്ടട്ടെ. ഹരേ കൃഷ്ണ.